അമേരിക്കൻ താവളങ്ങളിൽ ആസൂത്രിതമായ ആക്രമണങ്ങൾ നടത്തിയെന്ന യുഎസ് അവകാശവാദം തള്ളി. ഈ ക്രിസ്മസിന് എന്ത് ഗിഫ്റ്റ് ചെയ്യും? മൈജിയിലുണ്ടല്ലോ എല്ലാം. ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, സ്മോൾ അപ്ലയൻസസ്, ഗ്ലാസ് ആൻഡ് ക്രോക്കറി, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഡിജിറ്റൽ ആക്സസറീസ്, കൂടുതൽ ഓഫറുകൾ, കുറഞ്ഞ EMI. നേരെ മൈജിയിലേക്ക് പോയ പോരെ. ഉറച്ച പ്രതികരണമുണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പും നൽകി. അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണത്തിന് ഒരുങ്ങുകയാണെന്ന യുഎസ് ആരോപണങ്ങളാണ് ഇറാൻ തള്ളിയത്. പശ്ചിമേഷ്യൻ സംഘർഷം വർദ്ധിപ്പിക്കാൻ വാഷിംഗ്ടൺ ശ്രമിക്കുന്നുവെന്ന ഇറാനിയൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ പ്രസ് TV റിപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ താവളങ്ങളെ ലക്ഷ്യമിടുന്നതിനുള്ള ഓപ്ഷനുകൾക്കായി ഇറാൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ ലഭിച്ചതായി എക്സിലെ പേർഷ്യൻ ഭാഷാ പോസ്റ്റിൽ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ പ്രസ്താവനകളും അവകാശവാദങ്ങളും മേഖലയിലെ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന അമേരിക്കയുടെ തുടർച്ചയായ നയവുമായി പൊരുത്തപ്പെടുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ ഉദ്ധരിച്ചതുപോലെ ഇറാന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിനായി രാജ്യത്തിന്റെ സൈനിക പ്രതിരോധ ശേഷികൾ സംരക്ഷിക്കുന്നതിലും വർദ്ധിപ്പിക്കുന്നതിലും ഇറാനിയൻ സായുധ സേന ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും ബഗായി പറഞ്ഞു. ഏതൊരാക്രമണത്തിനും ഇറാൻ കട്ടിയായും നിർണായകമായും പ്രതികരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയതായി പ്രസ് TV റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എല്ലാ ഓപ്ഷനുകളും ഇപ്പോഴും പരിഗണനയിലുണ്ട് എന്നും US ആസ്തികൾക്കെതിരായ ഏതൊരാക്രമണത്തെയും വളരെ ശക്തമായ ശക്തിയോടെ നേരിടുമെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ പോസ്റ്റിൽ അവകാശപ്പെട്ടിരുന്നു. ഇറാനിലുടനീളം സാമ്പത്തിക ആശങ്കകളെ ചൊല്ലി കഴിഞ്ഞ മാസം അവസാനം ആരംഭിച്ച പ്രതിഷേധങ്ങൾ പിന്നീട് അക്രമാസക്തമായി മാറിയെന്നും US ഇസ്രായേലി വ്യക്തികളുടെ പൊതു പ്രസ്താവനകളിലൂടെ നശീകരണ പ്രവർത്തനങ്ങളും ക്രമക്കേടുകളും പ്രോത്സാഹിപ്പിച്ചതായും പ്രസ് TV റിപ്പോർട്ട് ചെയ്തു. അശാന്തിയുടെ സമയത്ത് വിദേശ പിന്തുണയുള്ള കൂലിപ്പടയാളികൾ നഗരങ്ങൾ ആക്രമിച്ചുവെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും സാധാരണക്കാരുടെയും മരണത്തിനും പൊതു സ്വത്തുക്കൾക്കും നാശമുണ്ടായെന്നും അത് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇറാനെതിരെ സൈനിക നടപടിയെടുക്കുമെന്ന് US പ്രസിഡന്റ് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിയതായി പ്രസ് TV റിപ്പോർട്ട് ചെയ്തു. കലാപത്തിന്റെ കൊലപാതകങ്ങൾക്കും നാശത്തിനും ട്രംപിന്റെ പ്രധാന കുറ്റവാളിയായി ഇറാൻ കണക്കാക്കുന്നുവെന്ന് ഇസ്ലാമിക വിപ്ലവ നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനി വ്യക്തമാക്കിയിരുന്നു. അമേരിക്കൻ ഇസ്രായേലി ഏജൻസികൾ തിരിച്ചറിഞ്ഞ് പരിശീലനം നൽകി റിക്രൂട്ട് ചെയ്ത വ്യക്തികളാണ് കലാപത്തിന് പിന്നിലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.